നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലം പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതിയുണർത്തി. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞ അപകടം. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത്. ഒല്ലൂർ വിശുദ്ധ വിപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഒല്ലൂർ വിശുദ്ധ വിപ്രാസമ്മയുടെ 19ാം തിരുനാൾ ആഗസ്റ്റ് 29 ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. സ്പിൽവേ ഷട്ടറുകൾ വഴി സെക്കൻഡിൽ 3.52 ഘനമീറ്റർ വെള്ളമാണ് തുറന്നുവിടുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10:30 ഷട്ടറുകൾ തുറന്നത്. സ്ലൂയിസ് വാൽവിലൂടെയും വെള്ളം തുറന്നുവിടുന്നുണ്ട്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ചു വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുമെന്നതിനാൽ കുറുമാലി, കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലം പ്രദേശത്ത് ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ സമയത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതിയുണർത്തി. കണ്ണാറ്റുപാടത്തെയും വേലൂപ്പാടത്തെയും കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടത്. 2 സംഘമായാണ് ആനക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചു കടന്നത്. അതുകൊണ്ട് തന്നെ ഏറെ നേരം യാത്രക്കാരും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട്. തിങ്കളാഴ്ച മുതൽ പുതിയ ആനകളും കൂട്ടമായി എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എത്രയും വേഗം ട്രഞ്ചെടുത്ത് മലയോര തോട്ടം മേഖലകളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. പാലപ്പിള്ളി പിള്ളത്തോട് പാലം ക്രോസ് ചെയ്ത് 2 കാട്ടാനക്കൂട്ടങ്ങൾ സ്കൂൾ കുട്ടികളിലും അതുപോലെ തന്നെ വാഹന യാത്രക്കാരിലുമൊക്കെ വളരെ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. പുതുക്കാട് തോട്ടം മേഖലയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ 6 കാട്ടാനക്കൂട്ടങ്ങൾ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടാമ്പാടം ഭാഗത്ത് ഒരു വ്യക്തിയുടെ പറമ്പിൽ 2 പ്രാവശ്യം തുടർച്ചയായി ആന വന്ന് കൃഷി മുഴുവൻ നശിപ്പിച്ചു. മിനിഞ്ഞാന്ന് രാത്രി നടാമ്പാടം ഭാഗത്ത് സോളാർ വേലി പൊളിച്ചു കടന്ന് ഒരൊറ്റയാൻ വന്ന് മുഴുവൻ കൃഷി നശിപ്പിച്ച് അങ്ങനെയുള്ള ഭീതി പരത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇന്നലെ രാത്രി വീണ്ടും പുതിയ കാട്ടാനക്കൂട്ടങ്ങളെത്തി 2 ടീമായിട്ട് തിരിഞ്ഞാണ് ഇന്ന് പിള്ളത്തോട് പാലം കാട്ടാനക്കൂട്ടങ്ങൾ ക്രോസ് ചെയ്തത്. ഈ സമയത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമായിരുന്നു. ഇത് വളരെ വലിയ ഭീഷണി ഉണർത്തുകയാണ് ജനങ്ങളിൽ. അപ്പോൾ എത്രയും വേഗം ഈ വന്നെത്തിയ കാട്ടാനകളെ കാട്ടിലേക്ക് അയക്കാനുള്ള അടിയന്തര നടപടികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ മേഖലയിൽ ട്രഞ്ചുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷമായി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ ഏറ്റവും പ്രധാന ആവശ്യം മേഖലയിൽ ട്രഞ്ച് സ്ഥാപിക്കണം എന്നുള്ളതാണ്. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ബംഗ്ലാവിന് പുറകിലെ അടുക്കളയുടെ ഭിത്തിയിലുള്ള ഗ്രില്ല് തകർത്ത കാട്ടാന അടുക്കളയ്ക്കുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ തുമ്പിക്കൈകൊണ്ട് വലിച്ചു പുറത്തിട്ടു. ചൊക്കന എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് മാനേജർ താമസിക്കുന്ന ബംഗ്ലാവിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഗ്രില്ല് തകർത്ത ശേഷം തുമ്പിക്കൈ അകത്തിട്ട് അടുക്കളയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ, പല വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ആന പുറത്തേക്ക് വലിച്ചിട്ടു.
അടുക്കളയിലുണ്ടായിരുന്ന മേശയും പുറത്തേക്ക് വലിച്ചിട്ടു. സംഭവ സമയത്ത് ബംഗ്ലാവിൽ ആളുണ്ടായിരുന്നില്ല. കൊടകര ബ്ലോക്ക് ക്ഷീരസംഗമം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകൾ, കൊടകര ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃക്കൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ കൊടകര ബ്ലോക്ക് ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ക്ഷീരസംഘത്തിലെ മുതിർന്ന ക്ഷീര കർഷകനെയും ബ്ലോക്കിലെ മികച്ച കർഷകനെയും MLA ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ബ്ലോക്കിലെ മികച്ച വനിതാ ക്ഷീര കർഷകയെയും, കേരള ഫീഡ്സ് ചെയർപേഴ്സൺ ശ്രീ K ശ്രീകുമാർ ബ്ലോക്കിലെ മികച്ച യുവ കർഷകനെയും, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷേമനിധി കർഷകരെയും ആദരിച്ചു. കൊടകര ബ്ലോക്കിന് കീഴിലെ 13 ക്ഷീര സംഘങ്ങളിൽ ഓരോ സംഘത്തിലും ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെയും, കഴിഞ്ഞ വർഷം കൊടകര ബ്ലോക്കിന് കീഴിലെ ക്ഷീര സംഘങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെയും ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ കാലിത്തീറ്റ സബ്സിഡി പദ്ധതി ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ നിർവഹിച്ചു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി നടന്ന കന്നുകാലി പ്രദർശനം തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കറവപ്പശു, കിടാരി, കന്നുകുട്ടി, നാടൻ പശുക്കൾ, എരുമ എന്നീ വിഭാഗങ്ങളിലായി നടന്ന കന്നുകാലി പ്രദർശന മത്സരത്തിൽ ഓരോ വിഭാഗത്തിലും വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ഷീര കർഷകർക്കായി സംഘടിപ്പിച്ച ക്ഷീരവികസന സെമിനാറിൽ ആരോഗ്യകരമായ പാൽ ഉൽപാദനത്തെ മോശകരമാക്കുന്ന കന്നുകാലി രോഗങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VB ആജിതൻ ക്ലാസ് നയിച്ചു. ക്ഷീരവികസന വകുപ്പ് തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ C ശാലിനി 2025-26 വർഷത്തെ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, കലാപ്രിയ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, അൽജോ പുളിക്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, തൃക്കൂർ ക്ഷീരസംഘം പ്രസിഡന്റ് ഫ്രാൻസി ഷാജു, കൊടകര ക്ഷീരവികസന ഓഫീസർ KG രശ്മി, ബ്ലോക്ക് സെക്രട്ടറി KC ജിനീഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞ അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത്. ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ലോറി ഇറക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും ഉയരവ്യത്യാസമാണ് അപകട കാരണം. രാത്രിയായതിനാൽ വെളിച്ചക്കുറവ് മൂലം സർവീസ് റോഡിന്റെ ഉയരവ്യത്യാസം തിരിച്ചറിയാനാകാത്തതാണ് അപകട കാരണം. കാറുകളോ മറ്റോ പാർക്ക് ചെയ്തിരുന്ന സമയമായിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായേനെ. പുതുക്കാട് പലയിടത്തും ദേശീയപാതയും സർവീസ് റോഡോ വശങ്ങളോ തമ്മിൽ ഉയരവ്യത്യാസമുണ്ട്. പലതവണ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ദേശീയപാത നന്ദിക്കരയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ടിപ്പറിന് പുറകിൽ KSRTC ബസ് നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യമയുടെ 19ാമത് തിരുനാൾ ഓഗസ്റ്റ് 29-ന് ആഘോഷിക്കും. ഓഗസ്റ്റ് 28 വരെ എല്ലാ ദിവസവും രാവിലെ 11 ഉച്ചതിരിഞ്ഞ് 3 സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും വൈകിട്ട് 5-ന് പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. 24-ന് വൈകിട്ട് 5-ന് നടക്കുന്ന നവനാൾ കുർബാനയും തിരുകർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 27-ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും ഓഗസ്റ്റ് 28-ന് കൂട് തുറക്കലും നടക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 7-ന് തീർത്ഥകേന്ദ്രം മുൻ റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ ഊട്ടുനേർച്ച വെഞ്ചരിക്കൽ നിർവഹിക്കും. രാവിലെ 8 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 5 മണി വരെയാണ് ഊട്ടുനേർച്ച നടക്കുന്നത്. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഫാദർ ജോയി ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ മേരി മാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പ്രകാശ് പുത്തൂരും വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് രാമനാഥപുരം രൂപത മെത്രാൻ മാർപോൾ ആലപ്പാട്ടും നേതൃത്വം വഹിക്കും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ഊട്ടുനേർച്ചയിൽ 50,000-ൽ പരം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയി ചിറ്റിലപ്പിള്ളി, സിസ്റ്റർ ഹംബലിൻ, സിസ്റ്റർ റാണി ജോർജ്, തിരുനാൾ ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വിശുദ്ധ യൂപ്രേസ്യമ്മ തൻ്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കിയ വലിയൊരു ഭക്തിയുടെ ശുശ്രൂഷയായിരുന്നു ജപമാല എന്ന് പറയുന്നത്. ഇവിടെ വന്നു ചേരുന്ന ഓരോ മക്കൾക്കും ഈ ജപമാല വാങ്ങി അത് വിശുദ്ധയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വേദി ഈ വർഷം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ നേർച്ചയായിട്ട് നൽകുക, വാങ്ങാനായിട്ട് ലഭിക്കുക നമ്മളുടെ ജീവിതത്തിലൊക്കെ സൗഖ്യത്തിന് ആരോഗ്യത്തിനൊക്കെ ഇടയാക്കുന്ന വെഞ്ചിരിച്ച തേനാണ്. അതും ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. ഈ തിരുനാൾ ആഘോഷങ്ങളുടെ ഒക്കെ നമ്മുടെ തിരുനാൾ ഓഗസ്റ്റ് 29 തീയതിയാണ്. അന്ന് നമ്മുടെ ഒരു ഏകദേശം 50,000 പേർക്കാണ് നമ്മൾ റൂട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിയുടെ കുർബാന വെഞ്ചരിച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് 5 മണി പറഞ്ഞാലും നമ്മളൊരു 7 മണി 8 മണി വരെ അവസാനിച്ച് ആ ഭക്ഷണം അവസാനിക്കുമ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രത്യേകത 19ാമത് തിരുനാളിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മീറ്റിംഗ് മുതൽ ഈ തിരുനാളിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും തന്നെ പങ്കെടുത്ത് യൂപ്രാസ്യമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ ഈ അവസരം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദേശീയ ഷൂട്ടിംഗ് ബോൾ മത്സരത്തിൽ കേരളത്തെ നയിക്കുന്നത് വരന്തരപ്പള്ളി CJM HSS സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ PB വൈഗ. അഭിമാനാർഹമായ നേട്ടങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് വൈഗ ദേശീയ മത്സരത്തിൽ കേരള ടീം ക്യാപ്റ്റനായിരിക്കുന്നത്. ഇതേ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ KB ലക്ഷ്മി, ആർദ്ര, അശോക് എന്നിവരും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ K അബിൻ, KS ആന്റണി എന്നിവരും കേരള ടീം അംഗങ്ങളാണ്. സ്കൂൾ കായിക അധ്യാപകൻ അജോ ജോസഫ്, കോച്ച് US എഡ്വിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം വിദ്യാലയത്തിൽ നൽകുന്നുണ്ട്. ഓഗസ്റ്റ് 22 മുതൽ 24 വരെ ബീഹാറിലെ ബോധ്ഗയയിൽ നടക്കുന്ന സബ് ജൂനിയർ ഷൂട്ടിംഗ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ്, കായിക അധ്യാപകരായ PC ജോസ, അജോ ജോസഫ്, കോച്ച് US എഡ്വിൻ എന്നിവർ സന്നിഹിതരായി. അഴിമതിരഹിത സംശുദ്ധ ഭരണം തുടരട്ടെ എന്ന മുദ്രാവാക്യവുമായി CPIM പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥ ആരംഭിച്ചു. ജാഥയുടെ ഉദ്ഘാടനം മുളങ്ങ് സെന്ററിൽ വെച്ച് CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ EK അനൂപ്, വൈസ് ക്യാപ്റ്റൻ KK രാമകൃഷ്ണൻ, മാനേജർ TR ലാലു, PD നെൽസൺ, ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, A രാജീവ്, K രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ആദ്യ ദിനത്തെ സമാപന യോഗം തൊട്ടിപ്പാൾ സെന്ററിൽ KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ CPM പാഴായി പടിഞ്ഞാട്ടുമുറി സെന്ററിൽ ബോധവൽക്കരണം നടത്തി. ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെയാണ് CPM പാഴായി പടിഞ്ഞാട്ടുമുറി സെന്ററിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. പാഴായി ഇരിങ്ങാലക്കുട റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്കാണ് ബോധവൽക്കരണം നടത്തിയത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA അനിൽകുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AG ഷൈജു, IC സൂരജ്, TS വിഷ്ണു, KR സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ CLC സംഘടന 100ന്റെ നിറവിൽ 100ാം വാർഷികാഘോഷത്തിന് സംഘടന തുടക്കം കുറിച്ചു. തൃശൂർ അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ അലക്സ് മറൂട്ടിക്കൽ ദിവ്യബലി അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ജോർജ് എടക്കളത്തൂർ CLC പതാക ഉയർത്തി 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 വ്യക്തികൾക്ക് സംഘടന നൽകുന്ന വസ്ത്രങ്ങൾ സമർപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക മാനുഷിക ദിനാചരണം സംഘടിപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വയനാട് നാട്ടുകൂട്ടം അവതരിപ്പിച്ച കുരവരശു കളി നാടൻ കലാപ്രകടനം വിദ്യാർത്ഥിനികൾക്ക് വേറിട്ട അനുഭവമായി. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് മാത്യൂസ് വയനാട്, സാം ടി മാർട്ടിൻ, ബിന്ദു പീറ്റർ, ഷൈമി ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി. സഹൃദയ കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്കൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS വോളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ സ്വച്ഛ അനിൽ എന്നിവർ പ്രസംഗിച്ചു. ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്ര മാർക്കം എത്രയാണ്? ഇനി കാണാം ഇൻഫോടോക്ക്. മഴക്കാലമെത്തിയാൽ ചൂടിന് ശമനം ലഭിക്കുമെന്നത് ആശ്വാസം നൽകുന്ന കാര്യം. ചൂട് കുറയുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ ദാഹം കുറയുന്നു. ഇത് നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ക്ലോറൈഡ് എന്നീ 5 അവശ്യ ഇലക്ട്രോലൈറ്റുകളുടെ
സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്തെ നിർജ്ജലീകരണം തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാം. കൃത്യമായ ഭക്ഷണ ക്രമീകരണവും ശരിയായ അളവിൽ വെള്ളവും കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മഴ സമയങ്ങളിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. എന്നാൽ വെള്ളം കുടിക്കാതെ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് തടയാൻ കഴിയും. തണ്ണിമത്തൻ, വെള്ളരി, ഓറഞ്ച്, ലെറ്റൂസ്, തക്കാളി എന്നിവയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇവ കഴിക്കുന്നതും നിർജ്ജലീകരണത്തെ തടയാൻ സഹായിക്കുന്നു. ദിവസവും ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. തണുത്ത അന്തരീക്ഷമായതിനാൽ തന്നെ ദാഹം ഉണ്ടാവുകയേയില്ല. ഈ സമയത്ത് ശരീരത്തിൽ വെള്ളം എത്തുന്നതിന്റെ അളവ് വളരെ കുറവായിരിക്കും. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളവും കുടിക്കുന്നത് ഒരു ശീലമാക്കാം. ഗ്ലാസിൽ കുടിക്കുന്നതിനേക്കാളും കുപ്പിയിൽ കുടിക്കുന്നത് ഇടയ്ക്കിടെ കുടിക്കാൻ സഹായകരമാകുന്നു. വെറും വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ മടുപ്പ് തോന്നിയേക്കാം. ഇഞ്ചി, പുതിന തുടങ്ങിയ ഔഷധ ചായകൾ കുടിക്കുന്നത് നിർജ്ജലീകരണത്തെ തടയുകയും പ്രതിരോധം, ദഹനം എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. നാരങ്ങ, പുതിന, ബേസിൽ എന്നിവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ചായ, കോഫി, മദ്യം എന്നിവ മഴക്കാലത്ത് അമിതമായി കുടിക്കരുത്. ഇത് മൂത്രോൽപാദനം വർദ്ധിപ്പിക്കുകയും നിർജ്ജലീകരണം ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. പകരം കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം. എപ്പോഴും വായയും ചുണ്ടും വരണ്ടതുപോലെ തോന്നുക, തലവേദന, മൂത്രത്തിന്റെ നിറത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, തലകറക്കം എന്നിവ നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളാവാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവഗണിക്കരുത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ഡോക്ടർമാരുടെ നിയമനം നടത്തുന്നു. ദേശീയ ആരോഗ്യ ദൗത്യം തൃശൂരിന് കീഴിൽ ഡോക്ടർമാരുടെ ഒഴിവുകളിൽ കരാർ നിയമനം നടത്തുന്നു. ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി, ഗൈനക്കോളജി, സൈക്യാട്രി, ഓർത്തോപീഡിക്സ്, പാലിയേറ്റീവ് മെഡിസിൻ, അനസ്തേഷ്യ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. MBBS-ഉം ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ കൂടാതെ ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. 62 വയസ്സാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 25 824 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 താൽക്കാലിക ഒഴിവിലേക്ക് ഓഗസ്റ്റ് 27 രാവിലെ 11 മണിക്ക് നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സഹിതം പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. വരന്തരപ്പള്ളി വടക്കുമുറി തെക്കൻ വാഴക്കാല തോമസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിസിലിയാണ് ഭാര്യ. ആന്റോ, അലക്സ് എന്നിവർ മക്കളും, ഷിജി മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലം പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതിയുണർത്തി. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞ അപകടം. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത്. ഒല്ലൂർ വിശുദ്ധ വിപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഒല്ലൂർ വിശുദ്ധ വിപ്രാസമ്മയുടെ 19ാമത് തിരുനാൾ ആഗസ്റ്റ് 29 ആഘോഷിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും
NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.